കൃപാവരം നമ്മിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൃപാവരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പ്രാശിദ്ധമാകാം, ഉപവാസമാകാം, ദൈവവചന വായനകളാകാം. അതിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു തവണ നമുക്ക് കൃപ ലഭിച്ചു, പിന്നെ പണിപിടിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഓർക്കുക, വീണ്ടും പിശാച് പല മാർഗങ്ങളിലൂടെ നമ്മിലേക്ക് പ്രവേശിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. നമുക്ക് പറ്റുന്നത് അതാണ്. നമ്മൾക്ക് കുറച്ച് അധ്വാനിച്ച് കഴിയുമ്പോഴേക്കും ഒരു നോമ്പ് കഴിഞ്ഞു, ആ നോമ്പിൽ നന്നായിട്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം മറക്കുന്നു. പതിവ് പോലെ തന്നെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതാണ് കൃത്യമായിട്ട് വചനം പറയുന്നത്. അശുദ്ധാത്മാക്കളെ പുറത്താക്കി കഴിയുമ്പോൾ വീണ്ടും അത് തിരിച്ചു വന്നു കഴിയുമ്പോൾ അടിച്ച് വൃത്തിയാക്കിയിട്ട് കിടക്കുകയാണ്. 7 അശുദ്ധാത്മാക്കളുമായിട്ടാണ് പിന്നെ തിരിച്ചു വരിക. അതുകൊണ്ട് കൃപ നിറയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ നിമിഷവും ദൈവത്തെ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു തടസ്സമില്ല, അതിനൊരു ഹർത്താലില്ല, അതിനൊരു മുടക്കില്ല എന്നുള്ളതാണ്.